الحمد لله الحمد لله الواحد القهار والعزيز الجبار مكور الليل على النهار تذكرة لأولي الأبصار نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وابشروا بالجنة التي كنتم توعدون. ബഹുമാന്യരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവ്വലോകരക്ഷിതാവായ റഹ്മാനായ റബ്ബുൽ ആലമീനായ അല്ലാഹുവിൻ്റെ വിനയാന്വിതരായ ഭക്തിയുള്ള സ്വാലിഹീങ്ങളായ അടിമകളായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി ത്യാഗ പരിശ്രമത്തിൽ ഏർപ്പെടണേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അല്ലാഹു അനുഗ്രഹീതരായ അടിമകൾക്ക് നൽകുന്ന സ്വർഗീയ സന്തോഷങ്ങളിൽ പങ്കാളികളാവാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ പലതരം പരീക്ഷണങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ. ശരീരത്തിന് രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നു, സമ്പത്തിൽ നഷ്ടങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നു, മക്കളിൽ ഫിത്ന കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നു. അങ്ങനെ പലതും നമുക്ക് പറയാനുണ്ട്. രാജ്യത്ത് അനധികൃതമായ നിയമങ്ങൾ, കരിനിയമങ്ങൾ, ന്യൂനപക്ഷങ്ങൾക്ക് വേട്ട നൽകുന്ന രൂപത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന അവസ്ഥകൾ, ഇവിടെയെല്ലാം പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും വലിയ ഫിത്നയും പരീക്ഷണവും എന്ന് പറയുന്നത് നമ്മുടെ ദീനാണ്. ദീന് നഷ്ടപ്പെടലാണ് പരീക്ഷണത്തിൻ്റെ വലുത്. നമ്മൾ ഏറ്റവും അധികം മുറുകെ പിടിക്കേണ്ടതും ജാഗ്രത കാണിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഒരു സാധ്യതകളെ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ നല്ല ഒരു താല്പര്യത്തെ നമുക്കുണ്ടാവേണ്ടത് എൻ്റെ ദീൻ പരീക്ഷിക്കപ്പെട്ട് ഞാനൊരു നിരീശ്വരവാദിയായി മാറുക, ഞാൻ മതത്തിൻ്റെ നിയമങ്ങളെ പുച്ഛിക്കുന്നൊരു വക്താവായി മാറുക, ഒട്ടനേകം ദിവസങ്ങൾ നന്മയിലായി ജീവിച്ച് പിന്നീട് ഒരു നന്മയുമില്ലാതെ ജീവിക്കുന്ന അവസ്ഥയിലെത്തുക. ഇത് ഈ മതത്തിൻ്റെ പേരിൽ നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷണമാണ്. അതുകൊണ്ട് ഉലമാക്കന്മാര് നമ്മളോട് ആണയിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഇൽതിസാം ബിദ്ദീൻ, നിങ്ങൾ മതം മുറുകെ പിടിക്കുക. കേവല ദിവസങ്ങളിലോ മാസങ്ങളിലോ അല്ല, നിരന്തരമായി. വല്ലിസ്തിഖാമത്തു അലാ ദാലിക ഹത്തൽ മമാത്, എന്നാണോ പടച്ച റബ്ബ് മരണം വിധിക്കുന്നതെങ്കിൽ മരണം വരെ അള്ളാന്റെ ദീനിൽ നിലക്കൊണ്ട് ഇസ്തിഖാമത്തോടെ ജീവിക്കുക.
ഇസ്തിഖാമത്ത് എന്ന പദം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്താണ് ആ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്? മഹാനായ സ്വഹാബി സുഫിയാൻ ഇബ്നു അബ്ദില്ലാഹി തഖഫി റളിയല്ലാഹു അൻഹു ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, നബിയേ കുല്ലീ ഫിൽ ഇസ്ലാമി ഖൗലാ, നബിയേ എനിക്ക് ഇസ്ലാമിൽ ഒരു നല്ല വാക്ക് പറഞ്ഞു തരാമോ? ലാ അസ്അലു അൻഹു അഹദൻ ഗൈറുക, ഞാൻ താങ്കളോടല്ലാതെ ഒരാളോടും ഇതുവരെ ചോദിച്ചിട്ടില്ല. നബിയെ നിങ്ങൾ എനിക്ക് നല്ല ഒരു വാക്ക് പറഞ്ഞു തരാമോ? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഖുൽ, താങ്കൾ ഇങ്ങനെ പറയുക, ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുക. ഇസ്ലാമിലെ ഏറ്റവും വലിയൊരു വാക്കാണ്, ശക്തവത്തായ വാക്കാണ്, ഒരു വലിയ പ്രൗഢി നൽകുന്ന വാക്കാണ് ആമൻതു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നബി പറയാണ്, ആ വാക്ക് പറഞ്ഞാൽ പോരാ, സുമ്മസ്തഖിം, ആ ആശയത്തിൽ നേരെ ചൊവ്വേ നിലകൊണ്ട് ജീവിക്കണം. പറഞ്ഞാൽ പോരാ, അതനുസരിച്ച് കൊണ്ട് ഇസ്തിഖാമത്ത് വേണം. ഉലമാക്കന്മാര് പറഞ്ഞു, അൽ ഇസ്തിഖാമ, ആ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിയ ലുസൂമു ത്വരീഖൽ മുസ്തഖീം, നേരായ സത്യത്തിന്റെ മാർഗത്തിൽ അടിയുറച്ച് ജീവിക്കലാണ്. വസബാത്തു അലൈ, എന്തൊക്കെ പ്രതിസന്ധി ജീവിതത്തിൽ വന്നാലും തൻ്റെ ദീന് മുറുകെ പിടിച്ച് ജീവിക്കുന്നതിനാണ് ഇസ്തിഖാമ എന്ന് പറയുന്നത്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, അയ്യസ്തഖീമ അലൽ അംരി, അല്ലാഹുവിന്റെ കൽപ്പനകൾ മുറുകെ പിടിച്ച് പാലിച്ച് ശുദ്ധമായ ജീവിതം നയിക്കലാണ്. ഇതാവശ്യമാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നത്, അഅ്ളമു കറാമത്തിൽ ലുസൂമൽ ഇസ്തിഖാമ, ഒരു മനുഷ്യന് ഭൂമിയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ആദരവ് എന്താണെന്നറിയുമോ? ഏറ്റവും വലിയ കറാമത്ത് എന്താണെന്നറിയുമോ? ലുസൂമൽ ഇസ്തിഖാമ, ഒരു മനുഷ്യൻ ഈമാൻ കൊണ്ട്, വിശ്വാസ കർമാനുഷ്ഠാന ആചാരങ്ങൾ കൊണ്ട് അല്ലാഹുവിന്റെ കൽപ്പനകളിൽ മുറുകെ പിടിച്ച് ജീവിക്കാൻ കഴിയലാണ്. മതത്തിന്ന് തെന്നിപ്പോകലല്ല, ആരാധനകൾ നിർത്തിവെക്കുന്നവനല്ല, പ്രാർത്ഥനകൾ അവസാനിപ്പിക്കുന്നവനല്ല, ഇസ്ലാമിന്റെ ഷിആറുകളോട് പുച്ഛം കാണിക്കുന്നവനല്ല. ഏറ്റവും വലിയ ആദരവ് ലഭിക്കുന്നത് ദീനിനെ ബഹുമാനിക്കുമ്പോഴാണ്, ദീനിയായി ജീവിക്കുമ്പോഴാണ്. ചുരുങ്ങിയത് ഓരോ റക്അത്തിലും ഏറ്റവും ചുരുങ്ങിയത് 17 തവണയെങ്കിലും അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും എന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ആ മാർഗത്തിൽ എന്നെ വഴി നടത്തണമെന്ന നേരായ ചൊവ്വായ ദീനിൻ്റെ മാർഗത്തിലൂടെ എന്നെ വഴി നടത്തണേ എന്നാണ് ആ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരണം, ഒരാൾ നന്നാവണമെങ്കിൽ, ഈ ദീനിൽ അനുസരിച്ച് ജീവിക്കാൻ കഴിയണമെങ്കിൽ ശ്രദ്ധിക്കണം. ഈ ദീനിൽ മുറുകെ പിടിച്ച് ജീവിക്കാൻ കഴിയണമെങ്കിൽ ഏതെങ്കിലും ഒരു വഅദ് കേട്ടത് കൊണ്ട് മാത്രം അത് കഴിയൂല, എപ്പോഴെങ്കിലും ഒരാഴ്ച പള്ളിയിൽ വന്നത് കൊണ്ട് മാത്രം അത് കഴിയൂല. ഒരു അടിമയുടെ കൽബിൽ ഇസ്തിഖാമത്തോടെ നിലകൊള്ളുവാൻ സാധ്യമല്ല. ഹത്താ യസ്തഖീമ ഖൽബ, അവന്റെ കൽബ് നേരാവാതെ, കൽബ് ശരിയാകാതെ, കൽബ് ശുദ്ധമാകാതെ, കൽബ് ഈമാൻ കൊണ്ട് കരുത്തുള്ളതാകാതെ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വലാ യസ്തഖീമ ഖൽബ, ഒരാളുടെ കൽബ് നേരാവൂല. ഹത്താ യസ്തഖീമ ലിസാന, അവന്റെ നാവ് നന്നാവാതെ, നന്നായി സംസാരിക്കാൻ അറിയാതെ, നല്ല സ്വഭാവ പെരുമാറ്റത്തിന്റെ ഉടമയാവാതെ, സംസാരത്തിന്റെ നീതിബോധം കാത്തു സൂക്ഷിക്കാത്ത മനുഷ്യന് കൽബ് നന്നാകൂല. കൽബ് നന്നാവാത്തവന് ഈമാനിനെ നിലക്കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. എത്ര സൂക്ഷ്മമായിട്ടാ നബി തങ്ങൾ ആ ഹദീസ് പഠിപ്പിച്ചു തരുന്നത് എന്ന് മാത്രമല്ല, അള്ളാഹിന്റെ ഖുർആൻ നമ്മളോട് പറയാണ്, ആ ഒരു പ്രഖ്യാപനത്തിന് അനുസരിച്ച് ജീവിച്ചാൽ, ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമൂ, സൂറത്ത് ഫുസ്സിലത്തിന്റെ 30-ാമത്തെ ആയത്താണ്. കാണാതെ പഠിച്ച് മനസ്സിൽ ഉറച്ചു വെക്കേണ്ട ഒരു ആയത്ത്. ഒരുപാട് ഗുണങ്ങൾ അതിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അള്ളയാണ്, അത് പ്രഖ്യാപിച്ചവർ, സുമ്മസ്തഖാമു, അതിൽ ആ വിഷയത്തിൽ നേരായ നിലകൊണ്ട് ജീവിക്കുന്നവർ. നമ്മുടെ നാട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നവരുണ്ട്, ഞങ്ങളുടെ റബ്ബ് അള്ളയാണെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്.
സുമ്മസ്തഖാമൂ, എന്നിട്ട് ആ മാർഗത്തിൽ നേരെ കൊള്ള നിലകൊണ്ട് ജീവിക്കുന്നവരുണ്ടോ? വിശുദ്ധ റമദാനിന്റെ ദിനങ്ങൾ കഴിഞ്ഞ് പുറത്തിറങ്ങിയ നാട്ടുകാരെ കൊണ്ട്, കേരളക്കാരെ കൊണ്ട് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ CM മടവൂരിന്റെ മഖാമിലേക്കാണ് ജനങ്ങൾ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ, റബ്ബുനല്ലാ എന്ന് പ്രഖ്യാപിച്ചവന് അതിനേക്കാൾ വലിയൊരു ഔലിയ ഉണ്ടോ? മരിക്കുന്ന സമയത്ത് പോലും, മരണസമയത്ത് പോലും നിങ്ങൾ CM എന്ന് പറയുന്നത് അനുഗ്രഹമാണ് എന്ന് പ്രസംഗിക്കുന്ന പ്രഭാഷകന്മാരുടെ നാട്ടിലാ ജീവിക്കുന്നത്. അതാണ് ഞങ്ങളുടെ റബ്ബ് അള്ളയെന്ന് പറഞ്ഞാ പോരാ. സുമ്മസ്തഖാമൂ, ആ പറയുന്ന തൗഹീദ് അനുസരിച്ച് തൻ്റെ ജീവിതത്തെ ക്രമീകരിച്ചവരാകണം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആരാ? വിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ പകർപ്പിൽ തൻ്റെ പ്രിയപ്പെട്ട മേൽനോട്ടം വഹിച്ച, അതിനെ ക്രോഡീകരിക്കാൻ സാക്ഷ്യം വഹിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ ആയത്ത് കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലാ തുശ്രിക ബില്ലാഹി ശൈആ, അല്ലാഹുവാണ് റബ്ബെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ശിർക്കിന്റെ, ബഹുദൈവ വിശ്വാസത്തിന്റെ അംശങ്ങൾ വരാതിരിക്കലാണ്. വയുരീദുൽ ഇസ്തിഖാമത അലാ മഹല്ലി തൗഹീദി, തൗഹീദിൽ മുറുകെ പിടിച്ച് ജീവിക്കലാണ് ഇസ്തിഖാമത്ത് കിട്ടുക. പിന്നെ ഏലസുകൾക്ക്, മക്കാമുകൾക്ക്, ദർഗകൾക്ക് മുമ്പിൽ അവനെ ഈമാൻ കൊണ്ടുപോയി പണയം വെക്കൂല. ജോൽസിന്റെ മുമ്പിൽ, ഏത് പ്രവചനക്കാരന്റെ മുമ്പിലും കൊണ്ടുപോയി തൻ്റെ കൈകൾ കൈ കാണിക്കാൻ അവൻ വെക്കുകയില്ല, അവന്റെ പ്രശ്നങ്ങൾ കൊണ്ടുപോയിട്ട്. ശ്രദ്ധിച്ചോളൂ സുഹൃത്തുക്കളെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്, ഇസ്തഖാമു എന്ന് പറഞ്ഞാൽ അഖ്ലിസുൽ അമല ലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി ഇഖ്ലാസോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കലാണ്. നാട്ടുകാർ കാണാനോ, അതിൻ്റെ ഒരു പേരെടുക്കാനോ, ഒരു പ്രസിദ്ധി കിട്ടാനോ, ഏതെങ്കിലും നിലക്കുള്ള അവാർഡുകൾക്കൊന്നുമല്ല അവൻ്റെ കർമ്മങ്ങൾ കൃത്യമാക്കുന്നത്. അള്ളാഹുവിനോടുള്ള ഇഖ്ലാസ് കൊണ്ട് പ്രവർത്തിക്കലാണ് ഇസ്തിഖാമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറൂ, സൂറത്ത് ഫുസ്സിലത്തിന്റെ 6-ാമത്തെ ആയത്ത്, നിങ്ങൾ നേരായ മാർഗത്തിൽ നിലകൊള്ളുകയും അള്ളാഹുവിലേക്ക് ധാരാളമായി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. അങ്ങനെയൊക്കെ പോകുമായിരിക്കും. ഇതിൻ്റെ ഇടയിൽ മനുഷ്യന്മാരാണ്. എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വന്നുവെങ്കിൽ അതിന് ഇസ്തിഗ്ഫാർ നിങ്ങൾ ആവർത്തിക്കുക. സഹോദരങ്ങളെ, ഉലമാക്കന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി രേഖപ്പെടുത്തി, ഒരു മനുഷ്യൻ അള്ളാഹുവിനോടുള്ള ഈ കടമകൾ ഇസ്തിഖാമത്തുമായി നേരായ മാർഗത്തിൽ നിലകൊണ്ട് ജീവിക്കാൻ തുടങ്ങിയാൽ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ നേട്ടം ഹയാത്തൻ ത്വയ്യിബ, നല്ലൊരു ജീവിതം കിട്ടും. ഇന്ന് നമ്മളൊക്കെ അനുഭവിക്കുന്നതും ആഗ്രഹിക്കുന്നതും കൊതിക്കുന്നതും എന്താണ്? ഒരു സന്തോഷ സമാധാന ജീവിതമാണെങ്കിൽ ഇസ്തിഖാമത്തിൽ പടച്ച റബ്ബിന്റെ ഈമാനികമായ വിഷയത്തെ പാലിച്ച് ജീവിച്ചാൽ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, വിശിഷ്ടമായ, സുഖകരമായ, ആനന്ദകരമായ ജീവിതം അവർക്ക് വാഗ്ദാനമാണ്. സഅദത്തുർ റൂഹ് അതിന്റെ തഫ്സീറിൽ കാണാം, മനസ്സിന്റെ ധന്യതയുണ്ടാകുമെന്ന്. ചെറിയ കടയായിരിക്കും, ചെറിയ വരുമാനം ഉണ്ടാവും, സന്തോഷ ജീവിതം കൊടുക്കും പടച്ച റബ്ബ്. വസഫാഅൻ നഫ്സി, തെളിഞ്ഞ മനസ്സിന്റെ ഉടമയാക്കി മാറ്റും. വസകീനത വത്തുമഅനീന, ടെൻഷനില്ലാത്ത, ബേജാറില്ലാത്ത, സമാധാന സുരക്ഷിത ജീവിതം പടച്ച റബ്ബ് കൊടുക്കും നീ ഈമാനിൽ ഇസ്തിഖാമത്തോടെ നിന്നാൽ. രണ്ടാമത്തെ ഗുണം വസഅതുർ റിസ്ഖി വബറകാതു, പടച്ച റബ്ബ് നമ്മുടെ റിസ്ഖിൽ ബറക്കത്ത് തരും. എന്തെന്ന്? ഹറാമെന്നൊഴിവാക്കി ഹലാലുകൾ ശ്രദ്ധിച്ച് അതിൽ നിലകൊണ്ട് ഉറച്ചു ജീവിച്ചാൽ അള്ളാഹുവിനോടുള്ള ഈമാനിന്റെ കാര്യത്തിൽ ഇസ്തിഖാമത്തോടെ ഒരേ മാർഗത്തിൽ ഉറച്ചു നിന്നാൽ നിങ്ങൾക്ക് ഏറ്റവും സമൃദ്ധമായ അള്ളാഹു വെള്ളം തരും. എന്താ വെള്ളം എന്ന് പറയാൻ കാരണം? എല്ലാ അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാന ഉറവിടം വെള്ളമാണ്. നമ്മുടെ കൃഷിയാവട്ടെ, സമ്പത്താവട്ടെ, വരുമാനമാവട്ടെ, ജീവിതമാവട്ടെ, എല്ലാം അതിനെ ആശ്രയിച്ച അത് പടച്ചോൻ ധാരാളമായി നൽകും നിങ്ങൾ നേരായ മാർഗത്തിൽ ഉറച്ചു നിന്നാൽ. 3, ജീവിതത്തിൻ്റെ ഏതേത് സംഘർഷങ്ങൾ, ആളുകളെല്ലാം അസ്വസ്ഥരായാലും ഈമാൻ മുറുകെ പിടിച്ച് ജീവിക്കുന്നവർക്ക് തുമഇനീനത്തും സക്കീനത്തും ഇട്ടുകൊടുക്കും. ഓന് സന്തോഷമായിരിക്കും. അയാൾ എപ്പോഴും ആത്മാർത്ഥമായ ജീവിതത്തിൻ്റെ ഉടമയായി മാറും.
ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا فلا خوف عليهم ولا هم يحزنون. അവരോട് പറയും, നിങ്ങൾ പേടിക്കണ്ട, വിഷമിക്കണ്ട, വിഷമിക്കണ്ട, സങ്കടപ്പെടണ്ട, ദുഃഖിക്കണ്ട. അവർക്ക് ആശ്വാസത്തിന്റെ തെളിനീരാണ് ഖുർആൻ കൊടുക്കുന്നത്. മഹാനായ അത്വാ റഹിമഹുല്ല പറയാണ്, ലാ തഖാഫു റദ്ദ ദുനൂബികും ഫഇൻ ലാ തഖാഫു റദ്ദ സവാബികും ഫഇന്നഹു മഖ്ബൂൽ. നിങ്ങൾ ചെയ്ത കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമോ എന്ന് നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ അല്ലാഹുവിൽ ഇസ്തിഖാമത്തിൽ നിലകൊണ്ട് ജീവിച്ചാൽ അത് സ്വീകരിക്കപ്പെടും. വലാ തഹ്സനു എന്ന് പറഞ്ഞാൽ വലാ തഹ്സനു അലാ ദുനൂബികും, എന്തെങ്കിലും തെറ്റ് സംഭവിച്ചുവെങ്കിൽ നീ ദുഃഖിക്കണ്ട. ഫഇന്നി അഗ്ഫിറുഹാ ലക്കും, നിങ്ങൾക്ക് പുറത്തു തരും. എന്തൊരു സമാധാനാണ്, എന്തൊരു ആശ്വാസവാക്ക കൊടുക്കുന്നത്. നാലാമത്തെ ഗുണം, നല്ല മരണം അനുഭവിക്കാൻ കഴിയും. നമ്മളൊക്കെ കൊതിക്കുന്നത് അതാണല്ലോ, ഈ ജീവിതത്തിനപ്പുറത്ത് ഇവിടെ നിന്നൊരു യാത്രയുണ്ടല്ലോ, അന്ത്യയാത്ര, അവസാനത്തെ യാത്ര, നമ്മളെ കുളിപ്പിച്ച് കിടത്തുന്ന ഒരു യാത്ര, നമ്മളെ വസ്ത്രത്തിൽ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന ഒരു യാത്രയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ യാത്ര ഹസ്നൽ ഖാത്തിമ ലഭിക്കാൻ നീ ഇസ്തിഖാമത്ത് മുറുകെ പിടിച്ചവനായാൽ തതനസ്സലു അലൈഹിമുൽ മലായിക, മരണത്തിന്റെ സമയത്ത് മാലാകമാർ ഇറങ്ങി വരും. അല്ലാ തഖാഫു, പേടിക്കണ്ട, വലാ തഹ്സനു, വിഷമിക്കണ്ട, വബശിറൂ ബിൽ ജന്ന, സ്വർഗമുണ്ടെന്ന സന്തോഷ വാർത്ത അവരോട് പറയും. അല്ലതീ കുന്തും തൂഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗമുണ്ടെന്ന്. ആരോട്? നബിൻ്റെ കൂടെ ജീവിച്ച സ്വഹാബത്തിന് മാത്രം ബാധകമായതല്ല. അല്ലാഹുവിലുള്ള റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു എന്നത് മനസ്സുകൊണ്ട്, ഈമാൻ കൊണ്ട്, കർമ്മം കൊണ്ട് ധന്യമാക്കിയവർക്ക് നമ്മുടെ കിടക്കയിൽ കടന്ന്, ആശുപത്രിയിൽ കടന്ന് മാലാകമാരുടെ ആശീർവാദത്തോടെ മരിക്കാൻ കഴിയുക. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദുണ്ട് വക്കീ റഹിമഹുല്ലാ, അദ്ദേഹം പറയുന്നുണ്ട്, ഈ നിലക്ക് അൽ ബുഷ്റ, സന്തോഷ വാർത്ത ലഭിക്കപ്പെടുന്നത് ഫി സലാസത്തി മവാത്തിന്, 3 സന്ദർഭങ്ങളിൽ. അള്ളാഹുവിലുള്ള ഈമാൻ കൊണ്ട് ധന്യമായി ജീവിതം നയിച്ചാൽ 3 സമയത്ത് സന്തോഷ വാർത്തയുണ്ടാകും. ഇൻദൽ മൗത്ത്, ഒന്ന് മരണത്തിൻ്റെ സമയത്ത്. എല്ലാവരും വെപ്രാളത്തോടെ, വേദനയോടെ, പല നിലക്കുമുള്ള ഭീകരമായ അവസ്ഥകൾ ചിലപ്പോൾ വരുന്ന മോശപ്പെട്ട മരണമാണെങ്കിൽ, നല്ല ജീവിതം നയിച്ചവനും മരണസമയത്ത് സന്തോഷ വാർത്ത. വഫിൽ ഖബരി, ഖബറിനകത്ത് രാവിലെയും വൈകുന്നേരവും അവർക്ക് സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷം അറിയിച്ചു കൊണ്ടിരിക്കും. വഇൻദൽ ബഅസി, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ എല്ലാവരും ഭീതിയോടെ കിടക്കുന്ന സമയത്ത് ആനന്ദത്തിൻ്റെ, സന്തോഷത്തിൻ്റെ വാർത്തകൾ അവർക്ക് ലഭിക്കപ്പെടുമെന്ന് വക്കീ റഹിമഹുല്ല രേഖപ്പെടുത്തുകയാണ്. എൻ്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ അള്ളാഹു നൽകിയ തീരുമാനത്തിൽ, ഈമാനിൽ, തൗഹീദിൽ, ഇസ്തിഖാമത്തിൽ കൃത്യമായി നിലക്കൊണ്ടു പോകാൻ ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിക്കുന്നവർക്ക് 2 മിനിറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്ക്. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ നേട്ടങ്ങൾ നേടാമൊന്ന്. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം, പഠനം. എന്ത് നന്മയിലേക്കും ആദ്യം അതാണ് വരിക. ഖുർആനിനോളം മഹത്വമുള്ള ഒന്നില്ല. വിശുദ്ധ ഖുർആൻ പഠനത്തിന് കിട്ടുന്ന ഒരവസരവും നിഷേധിക്കാതിരിക്കുക. 2 നവാഫിലും ബഅദൽ ഫറായിദ്, ഫർളുകൾ ചെയ്യുന്നതിന് ശേഷമുള്ള സുന്നത്തുകൾ മുടക്കാതിരിക്കുക. ഒരു സുന്നത്തും നിസാരമായി കാണാതിരിക്കുക. 3 ദവാമദിക്രില്ലാ ഫിൽ ഖൽബി വൽ ലിസാൻ, ഖൽബ് കൊണ്ടും നാവ് കൊണ്ടും ദിക്റുള്ളവനായി, നാവിനെയും കൽബിനെയും ദിക്റുള്ള കൊണ്ട് സ്മരിച്ചുകൊണ്ട് അല്ലാഹനെ ഓർത്ത് നനക്കുന്നവനായി മാറുക. 4 തൻവീഉൽ ഇബാദ, വിവിധ തരം ഇബാദത്ത് ചെയ്യുക. വെറും നിസ്കാരം മാത്രമാക്കരുത്. സ്വലാത്തുകൾ വേണം, സ്വദഖകൾ വേണം, അങ്ങനെ വൈവിധ്യങ്ങളായ ഇബാദത്തുകൾ ചെയ്യുക. 5 അസ്സദഖത്തു ഫീ സബീൽ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗങ്ങൾ കണ്ടുപിടിച്ച് അതിലേക്ക് നമ്മുടെ ഓഹരികൾ ഇങ്ങനെ എത്തിച്ചു കൊടുക്കുക. 6 ഒരാൾ മരിച്ചതിന് ശേഷവും അയാളെക്കുറിച്ച് നാട്ടുകാർക്ക് പറയാൻ ഒരു പിടി നന്മകൾ ഉണ്ടാവുക. നമ്മുടെ ജനാസ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ, അയാളാണ് എനിക്ക് അന്ന് മരുന്ന് വാങ്ങാനുള്ള പണം തന്നത്, അയാളാണ് എനിക്ക് അന്നൊരു പ്രത്യേക ഘട്ടത്തിൽ ആ പ്രാർത്ഥന പഠിപ്പിച്ചത്, അയാളാണ് എനിക്കെന്നും രാവിലെ ആ സന്ദേശം അയച്ചു തന്നിരുന്നത്, അയാളാണ് എനിക്ക് ആ ഖുർആനിൻ്റെ ഓഡിയോ എന്നും മുടങ്ങാതെ തന്നത് എന്ന് പറയാവുന്ന നന്മയുടെ പ്രചാരകനായ
ആയാൽ നമുക്ക് ഇസ്തിഖാമത്തുണ്ട്. 7 വമുജാലസത്തു സ്വാലിഹീൻ, വൃത്തികെട്ട തിന്മകളുടെ തോന്നിവാസികളുടെ കൂട്ടത്തിൽ നിന്ന് മാറി നന്മയുടെ സ്വാലിഹീങ്ങളുടെ നല്ല മനുഷ്യന്മാരുടെ കൂടെയുള്ള നടത്തവും ഇരുത്തവും സഞ്ചാരവും നീ ഉണ്ടാക്കുക. 8 വതളർഉം ബിസ്സഹർ, അത്താഴത്തിൻ്റെ സമയത്ത് നമ്മളൊരു അലാറം വെച്ചിരുന്നു, ആ അലാറം ഓഫാക്കാനായിട്ടില്ല, എടുത്തു വെച്ചോ, ഓണാക്കി വെച്ചോ. നമ്മൾ വിനയാന്വിതരായി താഴ്മയോടെ ഭക്തിയോടെ ഇനിയും പ്രാർത്ഥിക്കാനും നമസ്കരിക്കാനും എഴുന്നേറ്റ് പടച്ചറബ് ചോദിച്ചോളൂ തരാന്ന് പറഞ്ഞ സമയമാണ്. ആ സമയത്തെ ശരിയായി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമുക്കെല്ലാം ഈമാനോടെ ഇസ്തിഖാമത്തോടെ നിലകൊണ്ട് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹിൽ കരീമിൽ ജവാദ്, ഖലഖൽ ഇൻസാന മിൻ നുത്ഫ وجعل السمع والبصر والفؤاد أنزل الغيث مباركا فأحيا به البلاد والصلاة والسلام على رسوله الكريم سيد الأولين والآخرين أشجع الناس وأكرم الناس وعلى آله وصحبه أجمعين. أما بعد فاتقوا الله عباد الله أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ മതമായ ദീനുൽ ഇസ്ലാമിനെ സ്വീകരിക്കാനും പിഴച്ച വലാലത്തിൻ്റെ മാർഗങ്ങളെ കൈവടിയാനും സത്യദീനിൻ്റെ വക്താക്കളായ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ശ്രമിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് നൽകുകയാണ്. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നൊരു കാലഘട്ടത്തിൽ ഏറെ രൂക്ഷമായ ഒരു വേനൽക്കാലം. പൊതുവിൽ അവർക്ക് മഴയില്ലല്ലോ. നമ്മുടെ നാട്ടിൽ 2 മാസം 3 മാസം ശക്തമായ വേനലിൻ്റെ ഒരു ഘട്ടത്തിലാണ്. അൽഹംദുലില്ലാ ഇപ്രാവശ്യം റമദാനിലും മാർച്ച് മാസത്തിലും അല്പം മഴ നമുക്ക് അൽഹംദുലില്ലാ ലഭിച്ചു. വെള്ളമില്ലാത്ത ആ പ്രദേശത്ത് മദീന നിവാസികൾക്ക് ആശ്രയമായിരുന്നതൊരു റൂമ എന്ന് പറയുന്ന കിണറായിരുന്നു. അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, മുസ്ലിമീങ്ങൾക്ക് ഇതൊന്ന് കുടിക്കാൻ സമ്മതിക്കില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിത് വില കൊടുത്ത് മേടിക്കണം. നമ്മളൊരിക്കലും മറ്റൊരാൾക്ക് വെള്ളം തടയാൻ പാടില്ല, കുടിക്കുന്ന വെള്ളത്തിന് വില ഇടാൻ പാടില്ല. ശരി, എങ്കിൽ ഈ വെള്ളം മുടക്കിയ സമയത്ത് നബി തങ്ങൾ ചോദിച്ചു, ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഈ കിണറൊന്ന് മേടിച്ച് ദാനം ചെയ്ത് സഹായിക്കാൻ പറ്റുമോ? വലഹു ഖൈറും മിൻഹാ ഫിൽ ജന്ന, ഈ സ്വർഗത്തിലെ ഉറവയേക്കാൾ, സ്വർഗത്തിൻ്റെ ഈ ഒരു വെള്ളത്തേക്കാൾ അനുഗ്രഹീതമായ സ്വർഗത്തിലെ വെള്ളം അവർക്ക് ലഭിക്കും. അത്ര വലിയ കാര്യമായിരിക്കും. കേട്ട ഉടൻ സദസ്സിൽ നിന്നൊരു ചെറിയ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് കൈകൾ പൊക്കിയിട്ട് പറഞ്ഞു, അനയാ റസൂലല്ലാ, റസൂലേ, എന്താണ് അതിൻ്റെ വില എന്ന് എനിക്കറിയില്ല. അയാൾ എന്ത് പറയുന്നുവെങ്കിലും ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ആ ധീര മനുഷ്യന്റെ പ്രഖ്യാപനത്തിന്റെ പേര് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. വല്ലാത്തൊരു ദാനമായിരുന്നു അത്. അന്നത്തെ വില രേഖപ്പെടുത്തുന്നുണ്ട്. 35,000 ദിർഹം വില നൽകിയാണ് മുസ്ലിമീങ്ങൾക്ക് ആ കിണറങ്ങ് കൊടുത്തു. ഇതിനാണ് നമ്മൾ അറബിയിൽ വഖഫ് എന്ന് പറയുന്നത്. ഈ വഖഫ് പഠിക്കാത്തതിൻ്റെ ബുദ്ധിമുട്ട് നമ്മുടെ ഇടയിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ബൈറുഹ എന്ന് പറയുന്ന അറിയപ്പെടുന്നൊരു തോട്ടമുണ്ട്, അബൂ ത്വൽഹത്തുൽ അൻസാരിയുടെ തോട്ടമാണ്. ആ മനുഷ്യന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു തോട്ടം. നമുക്കുണ്ടല്ലോ, നമുക്ക് ഏറ്റവും വരുമാനം കിട്ടുന്ന നമ്മുടെ ഒരു ബിസിനസ് ഉണ്ടാവില്ലേ, അതുപോലെ അബൂ ത്വൽഹക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന തൻ്റെ വിഭവമായിരുന്നു ബൈറുഹ. ഇഷ്ടപ്പെട്ടത് കൊടുത്തെങ്കിലേ സ്വർഗം കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ആ തോട്ടം നബിതങ്ങൾക്ക് കൊടുത്തു. നബിതങ്ങൾക്ക് പേഴ്സണൽ അല്ല, ഉമ്മത്തിൻ മുസ്ലിങ്ങൾക്ക് വേണ്ടി അങ്ങ് കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും, ഖൈബർ യുദ്ധം കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് കുറച്ച് സ്ഥലം കിട്ടി, ഓഹരി കിട്ടി, അനന്തര സ്വത്ത് കിട്ടി, അല്ലെങ്കിൽ യുദ്ധാർജിത സ്വത്തുക്കൾ കിട്ടി. നല്ല മണ്ണായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു നബിനോട് വന്ന് പറഞ്ഞു, നബിയെ, എനിക്കിങ്ങനെ ഒരു സ്ഥലമുണ്ട്, കുറച്ച് ഭൂമിയുണ്ട് എൻ്റെ കയ്യിൽ, ഞാനത് എന്ത് ചെയ്യണമെന്നാ ഉദ്ദേശിക്കുന്നത്? നബി, നിങ്ങൾ പറയുന്ന പോലെ ഞാനത് ചെയ്യാം.
അങ്ങനെ ഒരു മനസ്സുണ്ടായാൽ മതി. ആരെങ്കിലും ഒരു നിർദ്ദേശം തന്നാൽ അത് പാലിക്കാനുള്ളൊരു മനസ്സ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളൊരു നിർദ്ദേശം തന്നാൽ ഞാനത് പാലിക്കാൻ തയ്യാറാണ് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ശിഅത, ഉമറേ താങ്കൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഹബസ്ത അസ്ലഹാ, അതിൻ്റെ അസ്ൽ അവിടെ തന്നെ നിർത്തുക. വതസദ്ദഖത ബിഹാ, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം താങ്കൾ സ്വതഖ ചെയ്യുക. വഖഫ്, സാധനം വിറ്റിട്ടില്ല, നമ്മുടെ പേരിൽ തന്നെ കിടക്കണം, വരുമാനം ഫീ സബീലില്ലാഹ്. നമ്മുടെ വീട്ടിൽ 5 തെങ്ങുണ്ട്, ഒരു തെങ്ങ് പള്ളിക്ക്, അതിന് തേങ്ങടാൻ വരും, തേങ്ങടും, തേങ്ങ പള്ളി കൊടുക്കും. പള്ളിക്കാരൻ കിട്ടുന്ന വരുമാനം അതിന്ന് പള്ളിക്ക് ഉപയോഗിക്കും. ആ തെങ്ങ് നിലനിൽക്കുന്നിടത്തോളം കാലം ആ തെങ്ങ് പള്ളിയുടെ വഖഫാണ്, ആധാരത്തിൽ ഉണ്ടാവില്ല. ആ വ്യക്തി അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് ധർമ്മം ചെയ്യുന്ന സ്വത്താണത്. നമുക്ക് 10 ഷോപ്പുണ്ട്, റെന്റിന് കൊടുത്തിരിക്കുക. ഒരു ഷോപ്പിന്റെ വരുമാനം അത് പള്ളിക്കാണ് എന്നൊരാൾ തീരുമാനിച്ചാൽ, അത് എത്തീങ്ങാനക്കാൻ തീരുമാനിച്ചാൽ അത് വഖഫാണ്. പിന്നെ അതിന്റെ വരുമാനം മുഴുവൻ കിട്ടുന്ന എത്ര ചെറുതാണെങ്കിലും അതിൽ നിന്ന് കിട്ടുന്നത് വഖഫ് ചെയ്ത സ്വത്ത് പിന്നീട് മുസ്ലിമീങ്ങളുടെ ഈ പറഞ്ഞ ആവശ്യങ്ങളിലേക്ക്. ഒരു മുസ്ഹഫ്, 10 മുസ്ഹഫ് നമ്മുടെ പള്ളിയിലേക്ക് ഒരാൾ വഖഫ് ചെയ്ത് കൊടുത്തു. അതിന്ന് എടുത്ത് ഓതി, അത് ആർക്കും വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അത് പള്ളിയിൽ ഇരുന്ന് ഓതുന്നതിനനുസരിച്ച് ആ വ്യക്തിക്ക് അതിന്റെ കൂലി കിട്ടും. അതുകൊണ്ട് ആ മുസ്ഹഫിൽ കാണാം വഖഫുൻ ലില്ലാഹി തആല. ധാരാളം പ്രതിഫലം കിട്ടുന്ന ഇത്തരം ഒട്ടനേകം സംഭവങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇന്ത്യയിൽ ഇന്ന് അത്തരം സംരക്ഷണം ആവശ്യമാർത്ഥമാണ്. വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ നമുക്ക് ലഭിക്കുന്ന ഒരു മുസ്ലിമീങ്ങളുടെ ഇത്തരത്തിലുള്ള സ്വത്ത് സംരക്ഷിക്കുന്ന ഒരു വിഭവമാണ്, നമ്മുടെ ഒരു സ്വത്താണ് വഖഫ് ബോർഡ്. ഇന്ത്യയിൽ ഏകദേശം 9 ലക്ഷം ഏക്കർ ഭൂമി വഖഫ് ബോർഡിന്റെ കയ്യിൽ. ഇങ്ങനെ ജനങ്ങൾ വഖഫ് ചെയ്ത സ്വത്തുണ്ട്. 4.9 ലക്ഷം വരുന്ന രജിസ്റ്റർ ചെയ്യപ്പെട്ട വസ്തുക്കളുണ്ട്. ഡൽഹിയിൽ മാത്രം 6000 കോടി വഖഫ് സ്വത്തുണ്ട്. ഡൽഹിയിൽ മാത്രം. നമ്മുടെ കേരളത്തിലെ എത്ര സംഭവങ്ങൾ നമുക്ക് ചേർത്ത് വെക്കാൻ വായിക്കും. സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിൻ്റെ പരിപൂർണമായ വഖഫ് ബോർഡിന്റെ പൂർണ്ണമായ സ്വതന്ത്ര ചുമതലയുണ്ടായിരുന്ന അവിടെ ഇപ്പോൾ കയ്യേറ്റം വരികയാണ്. ന്യൂനപക്ഷങ്ങളുടെ വിവിധങ്ങളായ സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കുന്നതിന്റെ ഭാഗമായി ഇവിടെ ഇന്നത് മുസ്ലിമീങ്ങളെ മാത്രമല്ല, ഭാവിയിൽ അത് വരാനിരിക്കുന്നത് മറ്റു പലർക്കുമാണെന്ന തിരിച്ചറിവുണ്ടാവണം. അതിന്റെ പൂർണ്ണമായ സംരക്ഷണം ഇല്ലാതാകുന്ന രൂപത്തിലാണ് പുതിയ ബില്ല് പാർലമെന്റിൽ പാസ്സായിട്ടുള്ളത്. സമാധാനിക്കാൻ ഒരു വഴിയുള്ളത്, മതേതര പാർട്ടികളെല്ലാം അതിനെതിരെ വോട്ട് ചെയ്തു എന്നത് നമുക്കൊക്കെ വലിയ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. എങ്കിലും നമ്മളും നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രതിഷേധ പ്രവർത്തനങ്ങളിൽ 1ാം നിരയിലുണ്ടാവണം. അവിടെ ഇതൊരു വലിയ ഒരുപാട് മനുഷ്യരുടെ വലിയ താല്പര്യത്തിന്റെ ഭാഗമായി ലഭിക്കപ്പെട്ട ഇത്തരം സ്വത്തുക്കൾ മുസ്ലിം അല്ലാത്തവർ കൈകാര്യം ചെയ്യപ്പെടുക, അധികാര കസേരയിലുള്ളവർ കൈകാര്യം ചെയ്യപ്പെടുക, അനർഹരായ ആളുകൾ കൈകാര്യം ചെയ്യപ്പെടുക. 5 കൊല്ലത്തോളം മുസ്ലിമായി ജീവിച്ചവർ മാത്രമേ വഖഫ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ബുദ്ധിമുട്ടിക്കുന്ന ഒട്ടനേകം നിയമവശങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ആയതിനാൽ നമ്മളൊരു മുസ്ലിം എന്ന നിലക്ക് അതിൻ്റെ ആ പുണ്യമഹത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് ആ നിയമത്തിൻ്റെ എല്ലാ പഴുതുകളെയും മനസ്സിലാക്കിയിട്ട് ശക്തമായ പ്രതിഷേധത്തിൽ നമ്മളും കൂടെയുണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്ത് സ്വതന്ത്രമായി നല്ലവരായി നല്ല മുഅ്മിനായി നല്ലപോലെ ഇസ്ലാമിക ചിട്ടകളോടെ ജീവിച്ചു മരിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശുദ്ധ റമദാനിൽ ഒട്ടനേകം സ്വതക്കകൾ നമ്മൾ ചെയ്തു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട ഒട്ടനേകം മേഖലകളിൽ നമ്മുടെ വിഹിതങ്ങൾ എത്തി. അള്ളാഹു നമുക്ക് ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റമദാനിനകത്ത് തന്നെയും 2 പ്രധാനപ്പെട്ട രോഗികൾക്ക് വേണ്ടി സാമ്പത്തിക ശേഖരണത്തിന് വേണ്ടി നമ്മൾ ഒരു മെസ്സേജ് ഷെയർ ചെയ്തിരുന്നു. എങ്കിലും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തനാർബുദം ബാധിച്ച ഒരു ഉമ്മയ്ക്ക് വേണ്ടി, അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ഓട്ടോ ഡ്രൈവറായ അവരുടെ ഭർത്താവിന് സഹിക്കാനാവാത്ത, താങ്ങാനാവാത്ത ഒരു വലിയ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ആ രോഗിയായ ഉമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ ഇന്നൊരു വിഹിതം നൽകിയേ പറ്റൂ. നമുക്കും അവരെ രക്ഷപ്പെടുത്തണം. രോഗമാണ്, ഇന്നാർക്ക് വരും നാളാർക്ക് വരുമെന്ന് പ്രവചിക്കാൻ കഴിയില്ല. മറ്റൊരു സഹോദരൻ, ചെറുപ്പക്കാരൻ, മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വേണ്ടി 6 ലക്ഷം രൂപയോളം ആവശ്യമായി വന്നൊരു ഘട്ടത്തിലാണ്
ചക്കരക്കല്ല് നമ്മുടെ പള്ളിയുടെ കീഴിൽ ചാരിറ്റി വിങ് എന്നറിയപ്പെടുന്ന ഒരു വിങ് തന്നെയുണ്ട്. ഇത്തരം പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായി കണ്ടെത്തി മനസ്സിലാക്കി വേണ്ടുന്ന സഹായങ്ങൾ കഴിയാവുന്ന പോലെ സഹകരിച്ചു കൊടുക്കുന്ന നമ്മുടെ ചാരിറ്റി വിങ്ങിൻ്റെ പ്രവർത്തകന്മാർ നിങ്ങളുടെ കയ്യിൽ ബക്കറ്റുമായി വരുമ്പോൾ സഹകരിക്കാൻ മറക്കരുത്. നമ്മുടെ ആരുടെയും പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയല്ല, പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടിയാണ്. നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാകണം രോഗത്തിൻ്റെ അവസ്ഥകളുടെ അതിൻ്റെ ഒരു പ്രതിസന്ധി എത്രയായിരിക്കുമെന്ന്. ഒരു 4 ദിവസം ഒന്ന് ആശുപത്രിയിൽ കിടന്നാൽ ഓരോ ബില്ലിങ്ങനെ മാറിക്കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ചിന്തിക്കണം. ശരിക്കും ഒരു ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന ആളുകളുടെ സങ്കടം നമ്മൾ വായിക്കാതെ പോകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് സഹോദരങ്ങൾ രോഗപ്രതിസന്ധികൾ കാരണം കൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരുണ്ട്, ആശുപത്രികളിൽ കഴിയുന്നവരുണ്ട്, ചികിത്സയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും രോഗപ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുകയും അവരുടെ നല്ല മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുകയും ചെയ്യണമേ റഹ്മാനെ. പ്രിയപ്പെട്ട പലരും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയി റഹ്മാനെ, നീ അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ യുവാക്കളിൽ ദിശാബോധം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ സ്വീകരിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ 6 നോമ്പുകൾ, ശവ്വാലിലെ 6 നോമ്പുകൾ, അതും കൂടുതൽ ഊർജ്ജമായി തന്നെ അത് നിർവഹിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളുടെ ജീവിതം നയിച്ച് ഈമാനോടെ മരിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين. اللهم دمر أعداءك وأعداء الدين من اليهود والنصارى. اللهم انصر إخواننا في فلسطين. اللهم انصر إخواننا في كل مكان. اللهم توفنا مسلمين والحقنا بالصالحين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا صيامنا وقيامنا وتلاوة القرآننا يا رب العالمين. ربنا آمنا فاكتبنا مع الشاهدين. وصلى الله على نبينا محمد والحمد لله رب العالمين.